നടിയെ ആക്രമിച്ച കേസിൽ നീതി നിഷേധിക്കപ്പെട്ടെന്ന് അതിജീവിത. നിയമത്തിനു മുന്നിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ലെന്ന തിരിച്ചറിവ് നൽകിയതിന് നന്ദിയെന്ന് പ്രതികരണം. വിധി പലരെയും നിരാശപ്പെടുത്തിയെന്നതിൽ അത്ഭുതമില്ല. നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. അധിക്ഷേപകരമായ കമന്റുകളും പണം വാങ്ങിയുള്ള നുണക്കഥകളും ഉപയോഗിച്ച് തന്നെ ആക്രമിക്കുന്നവർ അത് തുടർന്നോളൂ എന്നും അതിജീവിത സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ബിനിൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. ബിനിൽ, ഇത് തീർത്തും വായിക്കുമ്പോൾ നമ്മളെയും വേദനിപ്പിക്കുന്ന, നമ്മളെയും വീണ്ടും നിരാശയുടെ പടുകുഴിയിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണിപ്പോൾ നടിയുടെ ഭാഗത്തു നിന്നും അതിജീവിതയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരല്ല എന്ന് ബോധ്യപ്പെടുന്നു എന്ന് പറയുന്നിടത്തും, ഈ വിധി പ്രതീക്ഷിച്ചതായിരുന്നു എന്ന് പറയുന്നിടത്തും, ഒപ്പം തന്നെ ഈ ശിക്ഷ 6 പേർക്ക് കിട്ടിയെന്നുള്ളത് മാത്രം ഒരു വെളിച്ചത്തിന്റെ കടമായി ഞാൻ കണക്കാക്കുന്നു എന്ന് പറയുന്നിടത്തും, അതിന്റെ പൂർണ്ണമായിട്ടുള്ള അവരുടെ പ്രതികരണത്തിന് വിവരങ്ങൾ. അക്ഷയ, അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിച്ച നീതി അവർക്ക് കിട്ടിയിട്ടില്ല എന്നത് തന്നെയാണ് അവരുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ ഇതുവരെയുള്ള കാലയളവിൽ അവർ നേരിട്ടിട്ടുള്ള മാനസികമായിട്ടുള്ള ആ പിരിമുറുക്കം അതുകൂടി വ്യക്തമാക്കുന്നതാണ് അവരുടെ ഓരോ വരികളും. ആ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് തന്നെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: 8 വർഷം 9 മാസം 23 ദിവസങ്ങൾ. ഏറ്റവും വേദനാജനകമായ ഈ യാത്രയുടെ അവസാനം എന്നോണം വെളിച്ചത്തിൻ്റെ ഒരു നേരിയ കണിക ഞാൻ കാണുന്നു. പ്രതികളിൽ 6 പേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ വേദനകളെ നുണയെന്നും ഈ കേസ് കെട്ടിച്ചമച്ച കഥയെന്നും പരിഹസിച്ചവർക്കായി ഞാൻ ഈ വിധിയെ സമർപ്പിക്കുന്നു എന്നാണ് അതിജീവിതയുടെ ആദ്യ ഭാഗത്ത് തന്നെ അവർ പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ അല്പം ആശ്വാസം കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അതിനുശേഷം അവർ തുടങ്ങുന്നത് അതുപോലെ തന്നെ 1-ാം പ്രതി പിന്നീട് അവർ പറയുന്നത് അവർക്കെതിരെ വരുന്ന ആക്ഷേപങ്ങൾക്കുള്ള മറുപടിയാണ്. അതായത് 1-ാം പ്രതിയായിട്ടുള്ള പൾസർ സുനി അവരുടെ പേഴ്സണൽ ഡ്രൈവർ ആയിരുന്നു എന്ന് ഇപ്പോഴും പറയുന്ന ചിലരുണ്ട്. അത് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഈ അതിജീവിതക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവർക്കുള്ള മറുപടിയാണ്. അത് ശുദ്ധമായ നുണയാണ്. അയാൾ എൻ്റെ ഡ്രൈവറോ എൻ്റെ ജീവനക്കാരനോ എനിക്കേതെങ്കിലും രീതിയിൽ പരിചയമുള്ള വ്യക്തിയോ അല്ല എന്നവർ തീർത്തു പറയുകയാണ്. 2016 ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊഡക്ഷനിൽ നിന്നും നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമാണ് അയാൾ. ഈ ക്രൈം നടക്കുന്നതിന് മുൻപ് 1-2 തവണ മാത്രമാണ് ഞാൻ അയാളെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ദയവായി നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് കഥകൾ പറയുന്നത് നിർത്തുമെന്ന് കരുതുന്നു. അതായത് ഈ പ്രതിയെ, 1-ാം പ്രതിയുമായി ഇവർക്ക് പരിചയമുണ്ട്, അല്ലെങ്കിൽ അയാൾ ഇവരുടെ പേഴ്സണൽ ഡ്രൈവറായിരുന്നു എന്ന് ഇപ്പോഴും പറയുന്നവർക്കുള്ള ഒരു മറുപടിയാണ് ഈ അതിജീവിതം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് ഈ വിധിയെക്കുറിച്ചുള്ള വിമർശനങ്ങളാണ് പിന്നീടുള്ള അവരുടെ പോസ്റ്റുകളിൽ ഉള്ളത്. അതായത് ഈ വിധി പലരെയും ഒരുപക്ഷെ നിരാശപ്പെടുത്തിയിരിക്കാം, എന്നാൽ എനിക്കിതിൽ അത്ഭുതമില്ല. 2020 അവസാനം തന്നെ ചില നീക്കങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു. അതായത് ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് എന്നത് അവർക്ക് ബോധ്യപ്പെടുന്നു. അങ്ങനെ ഈ വിചാരണയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കോടതി മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് അവർ സുപ്രീം കോടതി വരെ നടത്തിയ നിയമ പോരാട്ടങ്ങളെയാണ് അവർ ഈ പോസ്റ്റിൽ ഓർമ്മപ്പെടുത്തുന്നത്. അതിലവർ ഇങ്ങനെ പറയുന്നു: ഈ കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ മാത്രം കേസ് അതുവരെ കൈകാര്യം ചെയ്തു വന്ന രീതിയിൽ നിന്നും മാറ്റം സംഭവിക്കുന്നു എന്നത് പ്രോസിക്യൂഷനും മനസ്സിലായിരുന്നു. അതായത് ദിലീപിനെ തന്നെയാണ് അവർ കൃത്യമായി അതിൽ ഉന്നം വയ്ക്കുന്നത്. ദിലീപിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു അതുവരെ കൈകാര്യം ചെയ്തിരുന്ന രീതിയിൽ നിന്ന് മാറ്റം വരുന്നു എന്നതാണ് അവർ പറയുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എനിക്കും ഈ കോടതിയിൽ തീർത്തും വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പലതവണ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു. ഈ പ്രസ്തുത ജഡ്ജിൽ നിന്നും ഈ കേസ് മാറ്റണമെന്ന എൻ്റെ എല്ലാ ഹർജികളും പക്ഷേ നിഷേധിക്കുകയായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് ഞാൻ ചേർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ എന്തൊക്കെയാണ് പിന്നീട് സംഭവിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു, നിയമത്തിൻ്റെ മുന്നിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല. അതായത് തനിക്ക് എല്ലാവർക്കും തുല്യനീതി എന്ന സങ്കല്പത്തിനനുസരിച്ച് തനിക്ക് നീതി നടപ്പായി കിട്ടിയില്ല എന്നതാണ് അവർ ഇതിൽ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അല്ലെങ്കിൽ നിരാശാജനകവും ഇനിയുള്ള ആളുകളെ ഏതെങ്കിലും തരത്തിൽ അതിജീവിക്കാൻ ശ്രമിക്കുന്നവരെയൊക്കെ എന്തിന് പോരാടുന്നു എന്ന് ചോദ്യം അവരുടെ ഉള്ളിൽ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളൊരു
വരിയാണത്. ഇത്രയും വർഷം 8 വർഷക്കാലം നീണ്ടിട്ടുള്ള പോരാട്ടം നടത്തിയിട്ടും തനിക്കിത് മാത്രമാണ് കിട്ടിയതെന്ന് പറയുന്നിടത്ത് പ്രോസിക്യൂഷനോട് പക്ഷപാതപരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രോസിക്യൂഷനോട് കോടതി ശത്രുതാപരമായിട്ടുള്ള മനോഭാവം കോടതിയുടെ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നുവെന്നും 2020 അവസാനം മുതൽ ഈ അന്യായങ്ങളൊക്കെ എൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നുവെന്നും അവിടെ മുതൽ ഈ എന്തായിരുന്നു പ്രതീക്ഷിക്കുന്ന ഒരു വിധി ഉണ്ടാകില്ല എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലൂടെ കടന്നു പോയിരുന്നു എന്നും പറയുന്നിടത്ത് എന്ന് പറയുന്നത് അത് തീർത്തും ആശങ്കാവഹവും ഒപ്പം തന്നെ അത് ഈ പോരാട്ടം അതിന്റെ അവസാനം അതിജീവിതം തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന പോലെ ഒന്നും മിണ്ടാതിരുന്നാൽ മതി എന്ന് തോന്നിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നതാണ്. അതുതന്നെയാണ് അവരുടെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അവർ നടത്തുന്ന പ്രതികരണം. അതോടൊപ്പം തന്നെ ഈ വിചാരണ വേളയിൽ എന്തുകൊണ്ട് തനിക്ക് നീതി കിട്ടില്ല അല്ലെങ്കിൽ അതിൽ നിന്ന് വിശ്വാസം എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു എന്നത് അവർ വിശദീകരിക്കുന്നുണ്ട്. അതിന് ഒരു 5-6 കാരണങ്ങളും അവർ നിരത്തിയിട്ടുണ്ട്. ഈ കേസിന്റെ തന്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല എന്നുകൂടി അവർ പറയുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഇൻ ക്യാമറയായിട്ട് അതായത് രഹസ്യ വിചാരണയാണ് ഈ കേസിൽ നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കമന്റ് ഇപ്പോൾ വരുന്നത് ശ്രദ്ധേയമാണ്. കാരണം ഈ ഇരയുടെ അല്ലെങ്കിൽ അതിജീവിതയുടെ അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാനും അവർക്ക് സംരക്ഷണം ഉറപ്പാക്കാനും വേണ്ടിയാണ് കേസിൽ ഇൻ ക്യാമറ വിചാരണകൾ നടക്കുന്നത്. പക്ഷേ അവർ പറയുന്നത് ഇതിൽ പരസ്യ വിചാരണ നടക്കണമെന്നൊരു ആവശ്യം താൻ മുന്നോട്ട് വെച്ചിട്ട് അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് പ്രതിയുടെ ആവശ്യങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെട്ടു എന്നതാണ് അവർ അതിൽ നിന്ന് വായിച്ചെടുക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം അവർക്ക് ആവശ്യമില്ലാത്ത ആ സ്വകാര്യത അത് ഉറപ്പാക്കാൻ ഇവിടെ ശ്രമിച്ചു എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അവർക്ക് ആ വിചാരണ പരസ്യ വിചാരണയിലേക്ക് പോകണമെന്നതായിരുന്നു അവരുടെ ആഗ്രഹം. അവർ ഒരു ഘട്ടത്തിൽ ആ കോടതിയിൽ എന്ത് നടക്കുന്നു എന്നത് പൊതുസമൂഹം അറിയണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതിന് അനുവാദം കിട്ടിയില്ല, അല്ലെങ്കിൽ ആ രീതിയിലല്ല കാര്യങ്ങൾ നടന്നത് എന്നതാണ് അവർ ഈ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ 8 വർഷത്തോളം നീണ്ട ആ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ അന്തിമമായി വന്ന വിധിയിൽ ഒരു ചെറിയൊരു പ്രകാശ കിരണം മാത്രമേ അതിജീവിത കാണുന്നുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും ഈ കോടതിയുടെ വശത്തേക്ക് വന്നാൽ കോടതി പറഞ്ഞിരിക്കുന്നത് കെട്ടിച്ചമച്ച കഥകൾ പറഞ്ഞു പരത്തുക, ഇങ്ങനെ കെട്ടുകഥകൾ പറഞ്ഞു പരത്തുന്ന ആളുകൾ, എന്നെ പരിഹസിക്കുന്ന ആളുകൾക്ക് മുൻപിലേക്ക് അവർക്കു ഞാൻ ഈ ശിക്ഷാവിധി 6 പേർക്കെതിരായിട്ടുള്ള കോടതിയുടെ ശിക്ഷാവിധി സമർപ്പിക്കുന്നു, അത് വെളിച്ചത്തിന്റെ ഒരു നേരിയ കണികയായി ഞാൻ കാണുന്നു എന്ന് പറയുന്നിടത്ത് താൻ ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടിരുന്നു, താൻ ഇങ്ങനെ ഒരു പീഡനത്തിന് ഇരയായിരുന്നു, താൻ അതിൽ നിന്നും അതിജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടുന്ന അവസ്ഥയിലേക്ക് ഈ പോരാട്ടം കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായും അക്ഷയ്, അതായത് ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല, അല്ലെങ്കിൽ അത് മറ്റൊരു തരത്തിൽ ആ സംഭവത്തെ ചിത്രീകരിക്കുന്നവർക്കുള്ള ഒരു മറുപടി തന്നെയാണ് അവിടെ ഈ അതിജീവിതം നൽകുന്നത്. അതായത് താൻ നേരിട്ട ആ ക്രൂരമായ പീഡനം അത് കോടതി മുമ്പാകെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള 6 പേരും ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അതിന്റെ വലിയ ഗൂഢാലോചനയിലേക്ക്, വിശാല അർത്ഥത്തിലുള്ള ഗൂഢാലോചനയാണ് ആ പ്രോസിക്യൂഷന് കോടതി മുമ്പാകെ തെളിയിക്കാൻ കഴിയാതെ പോയത്. അതിൽ ആണ് അവരുടെ ബാക്കിയുള്ള ശേഷിക്കുന്ന പ്രതികരണങ്ങൾ വരുന്നത്. അതായത് എന്തുകൊണ്ട് അവിടെ നിന്ന് തനിക്ക് നീതി കിട്ടില്ല, ആ കോടതിയിൽ നിന്ന് നീതി കിട്ടില്ല എന്നത് താൻ നേരത്തെ തന്നെ തനിക്ക് ബോധ്യപ്പെട്ടിരുന്നു. അതിപ്പോഴല്ല, 5 വർഷം മുൻപേ ബോധ്യപ്പെട്ടിരുന്നു. അതിന്റെ കാരണങ്ങൾ ഇന്ന കാരണങ്ങളാണ് എന്നവർ വിശദീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് അതിജീവിതയ്ക്ക് അവരുടെ നിലപാട് വ്യക്തമാക്കാനുള്ള അവകാശമുണ്ട്, അത് അവർ ചെയ്യുകയും ചെയ്തു. ഈ കോടതി വിധിയിൽ പക്ഷേ കോടതി ആ വിധിന്യായത്തെ വിശേഷിപ്പിക്കുന്നത് ആകാശം ഇടിഞ്ഞു വീണാലും എന്തൊക്കെ സംഭവിച്ചാലും നാട്ടിൽ നീതി നടപ്പാക്കുക, അതാണ് പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജില്ലാ സെഷൻസ് ജഡ്ജി ഈ 1711 പേജുള്ള വലിയ വിശാലമായ വിധി പ്രസ്താവം പൂർത്തീകരിച്ചിരിക്കുന്നത്. കോടതിയുടെ സ്റ്റാൻഡിൽ നിൽക്കുന്നു. അതിന് കോടതിക്ക് മുന്നിലെത്തിയ തെളിവുകളാണ് കോടതി ആ വിധിന്യായത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള ആ തർക്കങ്ങളൊക്കെ തന്നെ ഇനി വരാനിരിക്കുന്നത് ഹൈക്കോടതിയിലേക്കാണ്. സ്വാഭാവികമായും ഒരു 15 ദിവസത്തിനുള്ളിൽ തന്നെ അതിന്റെ അപ്പീൽ ഹർജിയിലേക്ക് പോവുകയും ചെയ്യും. അവിടെ ക്രൈം നടന്നു എന്ന് സൂചിപ്പിച്ച് പറഞ്ഞ പല ക്രൈമാണ് നടന്നതെന്ന് പറയുന്ന കാര്യങ്ങളിൽ, മെമ്മറി കാർഡിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തെളിവില്ല എന്ന് കോടതി വിധിന്യായത്തിൽ പറയുന്നതിലൊക്കെയും താൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ, തന്റെ വക്കീലന്മാർ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അത് പൂർണ്ണാർത്ഥത്തിൽ നിരാകരിക്കപ്പെട്ടു. ഒപ്പം തന്നെ ഈ ജഡ്ജിയെ മാറ്റാൻ, കോടതി മാറ്റാൻ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ, ഇതിൽ അന്യായം ഉണ്ടാകുമെന്നുള്ള തോന്നലാണ് ഞാൻ ആവശ്യപ്പെട്ടത്, അതൊക്കെ നിരാകരിക്കപ്പെട്ടു എന്ന് പറയുന്നിടത്ത്
അതായത് ഈ ആരാണോ നീതിക്ക് വേണ്ടി പോരാടുന്നത് അവിടെ അവർക്ക് വർഷങ്ങൾക്ക് മുൻപേ തന്നെ 2020 അവസാനത്തിൽ തന്നെ ആ പ്രതീക്ഷകളൊക്കെ അണയും വിധത്തിലേക്ക് അതുവരെയുള്ള അനുഭവങ്ങൾ അവരെ കൊണ്ടെത്തിക്കുന്നു. പിന്നീട് മറിച്ച് എന്തുണ്ടാകാനാണ് എന്നുള്ള ചോദ്യം കൂടിയുണ്ട് ഇതിൽ. പക്ഷേ അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതായത് ഇതിൽ താൻ കൂടുതലൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല, താൻ മുൻകൂട്ടി കരുതിയിരുന്നത് തന്നെ സംഭവിച്ചു എന്ന രീതിയിലാണ് അവരുടെ ഒരു പ്രതികരണം വരുന്നത്. സ്വാഭാവികമായും ആ വ്യക്തിക്ക് അവരുടെ വ്യക്തിപരമായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രതികരണങ്ങളാണ് അവർ നടത്തിയിരിക്കുന്നത്. കോടതി ഇതിനെ മറ്റൊരു തരത്തിലുമാണ് കണ്ടിരിക്കുന്നത്. അങ്ങനെ കോടതിയുടെ മുന്നിൽ എത്തിയ തെളിവുകൾ ആ കോടതി പരിശോധിച്ച് കോടതിയുടെ കാഴ്ചപ്പാടിൽ അതിനെ വിശകലനം ചെയ്ത് കോടതി ഒരു അന്തിമമായ തീർപ്പിലേക്ക് എത്തിയിരിക്കുന്നു. സ്വാഭാവികമായും നമുക്ക് പലർക്കും അതിൽ എതിർപ്പുകൾ ഉണ്ടാകും. അതിന് നിയമപരമായ വഴികളാണുള്ളത്. ആ വഴികളിലേക്ക് പ്രോസിക്യൂഷൻ പോകാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ അതിജീവിതയ്ക്കും ആ നിലപാടുമായി മുന്നോട്ട് പോവുകയും ചെയ്യാം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നീതി കിട്ടിയിട്ടില്ല എന്നതവർ തുറന്നു പറയുകയാണ്. അതോടൊപ്പം തന്നെ താൻ ഇത്രയും കാലം അനുഭവിച്ച ആ മാനസിക പിരിമുറുക്കങ്ങളും അവർ അനുഭവിച്ച ആ മാനസിക പീഡനങ്ങളും അതവർ തുറന്നു പറയുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം അവർ നേരിട്ടിട്ടുള്ള വിമർശനങ്ങൾ, അവരെ കുറ്റപ്പെടുത്തി വന്നിട്ടുള്ള ആളുകൾ, അവർക്ക് എല്ലാവർക്കുമുള്ള ഒരു മറുപടിയാണ് അവർ നൽകുന്നത്. അതായത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഇതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചു കൊണ്ടുപോയവർക്ക് അത്തരം ആളുകൾക്കെല്ലാമുള്ള മറുപടിയാണ് ഈ 6 പേരെ ശിക്ഷിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവ്. പക്ഷേ അതിനപ്പുറത്തേക്ക് പോകാത്തതിന്റെ കാരണങ്ങൾ അതും അവർ ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും ആ പോസ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവർ നേരത്തെ നടത്തിയ നിയമ പോരാട്ടങ്ങളുടെ വഴിയിൽ തന്നെ അവർ പറയുന്നു ഈ കോടതിയിൽ തനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നതാണ് അവർ ഈ പോസ്റ്റിലൂടെ വിശദീകരിച്ചു കൊണ്ടുവരുന്നത്. എന്തായാലും ഈ അതിജീവിതയ്ക്കും പ്രോസിക്യൂഷന് മുന്നിൽ ഇനി നിയമപരമായ മാർഗങ്ങൾ എന്നത് ഹൈക്കോടതിയിലേക്ക് പോവുക, ഈ വിധിയെ ചോദ്യം ചെയ്യുക, വിധിയിലെ പോരായ്മകൾ അത് കോടതിയുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെ ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമൊക്കെ തന്നെ ഈ അതിജീവിത തന്റെ സമൂഹ മാധ്യമ പോസ്റ്റിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിൽ നേരത്തെ തന്നെ ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ആ മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് എന്നത് ഹൈക്കോടതി അംഗീകരിക്കുകയും അതിൽ ഒരു അന്വേഷണത്തിന് സെഷൻസ് കോടതിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തതാണ്. അപ്പോൾ ഈ അതിജീവിത അക്കാര്യത്തിൽ ഉന്നയിക്കുന്ന വാദങ്ങൾ ഹൈക്കോടതി അംഗീകരിച്ച ഒരു കാര്യമാണ്. പിന്നീട് ഇപ്പോൾ ആ വിധിന്യായത്തിൽ വ്യത്യസ്തമായ ചില ഭാഗങ്ങൾ കടന്നു വരുന്നുണ്ട്. അതെന്തായാലും പ്രോസിക്യൂഷൻ മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ ആ തെറ്റ് ആ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യും. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയെന്നതും അത് ഒരു കാർമേഘം പോലെ ജുഡീഷ്യൽ സംവിധാനത്തിന് മുകളിൽ നിന്നിരുന്നു എന്നതും ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ആ കാർമേഘത്തെ ഒരു അന്വേഷണത്തിലൂടെ മായ്ച്ചു കളയണം എന്നൊരു വരി നേരത്തെ ഹൈക്കോടതി തന്നെ ആ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 8 വർഷത്തിലധികം അവർ നേരിട്ട മാനസിക പീഡനങ്ങൾ, അവർ നേരിട്ട വിമർശനങ്ങൾ, അതിനെല്ലാമുള്ള മറുപടിക്കൊപ്പം ആ കോടതി വിധിയിൽ ഉള്ള നിലപാട്, അതായത് ഈ കോടതിയിൽ നിന്ന് താൻ ഇത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്, ഇതിനപ്പുറം താനൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല, അതിന്റെ കാര്യകാരണങ്ങൾ ഇതാണ് ഇപ്പോൾ ഈ അതിജീവിത സമൂഹത്തെ അറിയിച്ചിരിക്കുന്നത്.